ഇപ്പോൾ ഈസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ, കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല. അത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. അതായത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. 2004 100 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സ്ഥലം തരുന്ന എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. കേരളത്തിൽ 3 സ്ഥലം കണ്ടെത്തിയിരുന്നു: തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്. പക്ഷേ 3 മന്ത്രിമാരായിരുന്നു. അത് ഏത് കൊടുക്കണമെന്ന് തീരുമാനിച്ച് വന്നപ്പോഴത്തേക്കും 100 ദിവസം കഴിഞ്ഞു പോയി. ബാക്കി 5 സ്റ്റേറ്റുകൾക്ക് കിട്ടി. ഇനി അതിൻ്റെ പ്രയോറിറ്റി, അതായത് സ്റ്റേറ്റ് സർക്കാർ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കും. നമസ്കാരം. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ ബജറ്റിനെ കുറിച്ചുള്ള പ്രതികരണമാണ് കേട്ടത്. ഇദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെയാണോ അങ്ങോട്ടേക്ക് പോയത്? ഇപ്പോൾ കേരളത്തെ മറന്നുപോയതാണോ? ശ്രീ ജോർജ് കുര്യൻ നമ്മുടെ സുഹൃത്താണെങ്കിലും ഇത്തരത്തിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയായി കാണാത്ത ബഡ്ജറ്റാണ് ഇന്ന് നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. 14 ആവശ്യങ്ങൾ ഉന്നയിച്ച കേരളത്തിന് ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബീഹാറിന് വാരിക്കോരി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വട്ടപൂജ്യം, കർഷകർക്ക് ആശ്വാസമില്ല, കയ്യടി വാങ്ങാൻ ആദായ നികുതി പരിധിയിൽ ഇളവ്. പക്ഷേ സാധാരണക്കാരൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒന്നുമില്ല. വാങ്ങൽ ശേഷി കൂട്ടാൻ പരിപാടികളില്ല. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലും വെട്ടിക്കുറവ്. തീരദേശവും മലയോരവും ഒരുപോലെ തഴയപ്പെടുമ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തൃണവൽഗണിച്ച് 1.25 മണിക്കൂറിൽ ചടങ്ങ് തീർത്ത് നിർമ്മല സീതാരാമൻ 8ാം തവണയും തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചിട്ടും എട്ടും പൊട്ടും തിരിയാത്ത ബഡ്ജറ്റ് എന്ന അപഖ്യാതി മാത്രം ബാക്കി. കേരളത്തിൻ്റെ മികവ് സാമ്പത്തിക റിപ്പോർട്ടിൽ എടുത്തു പറയുമ്പോഴും ബഡ്ജറ്റിൽ കേരളത്തിനൊന്നുമില്ല. തിരുക്കുറൾ പാടുമ്പോഴും തിരുക്കരൾ അലിവില്ലേ?